ധ്യാന നിർദ്ദേശം 5. ശരീരത്തെ റിലാക്സ് ചെയ്യുക. ആദ്യമായിട്ട് ശരീരത്തിൻ്റെ ഇരിപ്പിലേക്ക് കുറച്ച് സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശരീരം സ്ഥിരമായിരിക്കട്ടെ. നട്ടെല്ലിനെ പതുക്കെ മുകളിലേക്ക് വലിച്ചു നീട്ടുക, എന്നിട്ട് നിവർന്നിരിക്കുക. നട്ടെല്ലിന് ചുറ്റും നിങ്ങളുടെ മുഴുവൻ ശരീരവും റിലാക്സ് ചെയ്ത് അയച്ചു വിട്ടുകൊണ്ട് ഇരിക്കുക. നിങ്ങൾക്ക് തന്നെ സുഖമായിരിക്കാൻ സമ്മതം കൊടുക്കുക. നിങ്ങളുടെ മുഴുവൻ ശരീരവും റിലാക്സ് ചെയ്യട്ടെ, അതിനെ അയച്ചു വിടുക. മുഖത്തിലെ പേശികൾ, തോളിലെ പേശികൾ, വയറ്, നിങ്ങളുടെ ശരീരത്തിൽ എവിടെ നിങ്ങൾ സമ്മർദ്ദം കണ്ടു കഴിഞ്ഞാലും അതിനെ ബോധപൂർവം അയച്ചു വിടുക, മൃദുവാക്കുക. നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഇനി നിങ്ങളുടെ ശ്രദ്ധ പതുക്കെ ശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. അതിനെ ഒരു തരത്തിലും മാറ്റാൻ ശ്രമിക്കരുത്. ശരീരം അതിൻ്റെ പ്രകൃതിയായുള്ള താളത്തിൽ ശ്വസിക്കുന്നതിനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ശ്വാസത്തിൻ്റെ സംവേദനയാണ്. അതാണ് നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾക്ക് എത്രമാത്രം പിന്തുടരാൻ സാധിക്കുമോ അത്രത്തോളം പിന്തുടരുക. ഓരോ അകത്തേക്ക് വരുന്ന ശ്വാസവും ഓരോ പുറത്തേക്ക് പോകുന്ന ശ്വാസവും. മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ ശ്രദ്ധിക്കുക. മനസ്സ് ചാഞ്ചല്യങ്ങളിലേക്ക് വീഴുന്നതാണ്. അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ശബ്ദത്തെ പിടിക്കും, അല്ലെങ്കിൽ സംവേദനയെ പിടിക്കും, അല്ലെങ്കിൽ ഒരു അഭിപ്രായത്തെ പിടിക്കും. എന്നിട്ട് അതിൽ നിന്ന് പല കഥകളും ഉണ്ടാക്കും. അതിനോടൊപ്പം ഓടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞ ഉടനെ നിങ്ങളുടെ മനസ്സ് ഓടിപ്പോയി എന്ന് എപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും അത് അതിൻ്റെ ചിന്തകളിൽ പെട്ടുകിടക്കുകയാണ്, അലഞ്ഞു തിരിയുകയാണ് എന്ന് നിങ്ങൾ അറിയുന്ന സമയത്ത് നിങ്ങൾ അതിനെ നിരീക്ഷിക്കാൻ അഭ്യസിക്കുക. ആ ചാഞ്ചല്യത്തിൻ്റെ അനുഭവങ്ങളെ നിങ്ങൾ ബോധപൂർവം നിരീക്ഷിക്കുക. എന്നിട്ട് ബോധപൂർവം അതിനെ പോകാൻ അനുവദിക്കുക. മനസ്സ് പിടിച്ചിരിക്കുന്ന ആ കാര്യത്തെ നിങ്ങൾ തുറന്നു വിടുക. എന്നിട്ട് വീണ്ടും വർത്തമാന ക്ഷണത്തിലേക്ക് തിരിച്ചു വരിക. ഈ ക്ഷണത്തിൽ ശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ട്. സ്വീകരിക്കുന്ന മനസ്സും ഹൃദയവും നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളുടെ മനസ്സ് പലതരം അഭിപ്രായങ്ങൾ പറയുകയാണ് എങ്കിൽ, കഥകൾ പറയുകയാണെങ്കിൽ, അതിനുപേക്ഷിക്കാൻ തയ്യാറല്ല എങ്കിൽ, അപ്പോൾ മനസ്സ് പറയുന്നത് വെറുതെ കേൾക്കുക എന്ന ഗുണം മാത്രം നിങ്ങൾ ഉണ്ടാക്കുക. അതിനെ തള്ളി നീക്കാൻ ശ്രമിക്കരുത്. അതിനു പകരം അതിനെ നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കുക. അത് അതിൻ്റെ അഭിപ്രായം പറയട്ടെ. ഇങ്ങനെ പറയാൻ തുടങ്ങുക: ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, എൻ്റെ ഭയം എന്തെന്നാൽ, ഈ കാര്യം ഇരിക്കേണ്ടത് ഇങ്ങനെയാണ്. ആ അന്യചിന്തകൾ പുറത്തു വരുന്ന സമയത്ത് അതിനെ ബോധപൂർവം ഉച്ചരിക്കുക. എന്നിട്ട് അതിനെ കേൾക്കുക, അതിനെ അനുവദിക്കുക. മൃദുവായിട്ട് എല്ലാം സ്വീകരിക്കുന്ന ഹൃദയത്തോടു കൂടി അതിനെ കേൾക്കുക. അതിനെ അകത്തേക്ക് വരാൻ സമ്മതിക്കുക. അതിനെ അറിയുക, അതിനെ ഉപേക്ഷിക്കുക. നിങ്ങൾ ആ കഥയെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനെ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമായിരിക്കും. ആ പ്രസ്താവനയെ മുഴുമിക്കുന്നതിന് മുൻപായിട്ട് പുറത്തു പോകുന്ന ശ്വാസം അതിനെ കൊണ്ടുപോകാൻ അനുവദിക്കുക. എന്നിട്ട് വീണ്ടും ഹൃദയം നിശബ്ദതയിലേക്ക് തിരിച്ചു വരാൻ അനുവദിക്കുക. ആ ചിന്തകൾ എന്തു തന്നെ ആയിരുന്നാലും ശരി, അത് നമ്മളെ സംബന്ധിച്ച ചിന്തയാണെങ്കിലും ശരി, ലോകത്തിലെ ദുഃഖങ്ങളാണെങ്കിലും ശരി, യുദ്ധങ്ങളാണെങ്കിലും ശരി, മനസ്സിൽ ഉണ്ടാകുന്ന, ഹൃദയത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളാണെങ്കിലും ശരി, ഹൃദയം ഒരു അനുഭവത്തിൻ്റെ പിന്നാലെ പായുകയാണ്, ഒരു പ്രസ്താവനയുടെ പിന്നാലെ പായുകയാണ്, ഒരു ചിത്രത്തിൻ്റെ പിന്നാലെ പായുകയാണ് എന്ന് കാണുക മാത്രം ചെയ്യുക. അതിനെ ഹൃദയത്തിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് അതിനെ കേൾക്കുക. അതിൻ്റെ ശബ്ദം കൊടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ പറയുക, അതിനെ പ്രകടിപ്പിക്കുക. അത് എപ്രകാരമാണ് മാറുന്നത് എന്ന് നോക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിനെന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക.
പ്രജ്ഞയുടെ അന്തർജ്ഞാനത്തിൻ്റെ ഉപയോഗം പ്രയോഗിച്ചു നോക്കുക. നിങ്ങളുടെ മനസ്സ് ഇളക്കമില്ലാത്തതാണ്, നേരെയുള്ളതാണ് എങ്കിൽ നിങ്ങളുടെ അറിവിൽ വരുന്ന എല്ലാ അനുഭവങ്ങളുടെയും സ്വഭാവത്തെപ്പറ്റി സങ്കല്പിക്കുക. അത് നിങ്ങൾ കേൾക്കുന്നതായിരിക്കാം, നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന സംവേദനയായിരിക്കാം, ഏതെങ്കിലും ചിന്തകൾ ഉണരുന്നതായിരിക്കാം. അത് എന്താണെങ്കിലും ശരി, അതിനെപ്പറ്റിയെല്ലാം നിങ്ങൾ സങ്കല്പിക്കുക. അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും സങ്കല്പിക്കുക. അതിൻ്റെ വിഷയത്തോടുള്ള നിങ്ങളുടെ ആസക്തിയെ നിങ്ങൾ ഉപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രജ്ഞയുടെ ഗുണത്തെ കൂടുതൽ ആഴത്തിൽ ആക്കാൻ സാധിക്കും, നിറയ്ക്കാൻ സാധിക്കും. അത് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടാണ്. ഇത് അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ദുഃഖകരമാണ്. ഈ ക്ഷണം ആരുടേതാണ്? ഈ ക്ഷണത്തിൻ്റെ യജമാനൻ ആരാണ്? ഇത്തരം അറിവിൻ്റെ ഗുണങ്ങളെ ഉണർത്തുക. നിരീക്ഷണ പാടവത്തെ വർദ്ധിപ്പിക്കുക. പ്രജ്ഞയുടെ നിരീക്ഷണ പാടവം. എല്ലാ കാര്യവും എന്ത് എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തെ കൂടുതൽ കൂടുതൽ തുറന്ന ആ ജാഗ്രതയുള്ള ആ ആകാശത്തിലേക്ക് പോകാൻ അനുവദിക്കുക. അത് തുറന്ന ഹൃദയമുള്ള ജാഗ്രതയാണ്. എല്ലാറ്റിനെയും ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യുക. എല്ലാവരെയും സ്വീകരിക്കുക. എല്ലാറ്റിനെയും ആലിംഗനം ചെയ്യുക. എന്നാൽ ഒന്നിനെയും പിടിക്കരുത്. എല്ലാറ്റിനെയും ഉപേക്ഷിക്കുക. ഈ കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഹങ്കാരത്തെയും തന്നെപ്പറ്റിയും ഉള്ള പല രീതിയിലുള്ള തോന്നലുകളെ കെട്ടഴിച്ചു വിടാൻ ഈ രീതിയിൽ സങ്കല്പിക്കുക. നിങ്ങളുടെ പേരിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ധ്യാനത്തിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ അഹങ്കാരം, അതേപോലെ തന്നെ താൻ എന്ന ഭാവം എന്നതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയെ നിങ്ങൾ കേൾക്കുക, അതിനെ ശ്രദ്ധിക്കുക. സുതാര്യമല്ലാത്ത ഒരു കാര്യത്തെ പെട്ടെന്ന് കാണുന്നത് പോലെയാണത്. അതിൽ കൂടെ വ്യക്തമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ പ്രകാശത്തിൽ നിങ്ങളുടെ ഹൃദയം വിശ്രമിക്കട്ടെ. ആ ആകാശത്തിൽ നിങ്ങളുടെ ഹൃദയം വിശ്വസിക്കട്ടെ. ധ്യാനം അവസാനിച്ചു. ചോദ്യോത്തരങ്ങൾ 5. അജൻചായുടെ ഫോറസ്റ്റ് ട്രഡീഷനിലുള്ള ഒരു ഭിക്ഷുണി അജൻ സുന്ദര ഈ ചോദ്യോത്തര സമയത്ത് ഉണ്ടായിരുന്നു. അവർ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിരുന്നു. ചോദ്യം: ഹൃദയത്തെപ്പറ്റി നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? താങ്കൾ എങ്ങനെയാണ് അതിനെ അനുഭവിക്കുന്നത്? ഉത്തരം: അജൻ സുന്ദര: ബുദ്ധിസത്തിൽ മനസ്സ്, ഹൃദയം ഇതിനെ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ പാശ്ചാത്യ രാജ്യത്തുള്ള ഒരു വ്യക്തിയോട് ഹൃദയം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നെഞ്ചിന് നേരെ കൈനീട്ടും, എന്നിട്ട് പറയും അത് ഇവിടെയാണ് എന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഹൃദയം ഇവിടെയാണ് എന്നാണ്. തലയ്ക്ക് നേരെ കൈ ചൂണ്ടി നമ്മുടെ മനസ്സ് അവിടെയാണ് എന്ന് പറയും. അതിനാൽ നിങ്ങൾ ഹൃദയം എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ചോദ്യം: എനിക്ക് അത് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഉത്തരം: അജൻ സുന്ദര: ബുദ്ധിസ്റ്റുള്ള ഹൃദയം അല്ലെങ്കിൽ ചിത്തം എന്ന് പറയുന്നത് ഓരോ ക്ഷണത്തിലും നിങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങളാണ്. ഹൃദയത്തെ വികാരമുള്ളതായോ വികാരമില്ലാത്തതായോ നമ്മൾ ഒരിക്കലും വ്യാഖ്യാനിച്ചിട്ടില്ല. യുക്തി ഉള്ളതാണോ യുക്തി ഇല്ലാത്തതാണോ എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചിട്ടില്ല. ഈ ക്ഷണത്തിൽ നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളുടെയും ആകെത്തുകയെ പറ്റിയിട്ടാണ് അത് പറയുന്നത്. ചില സമയത്ത് നിങ്ങളുടെ ഹൃദയം അടഞ്ഞിരിക്കുകയായിരിക്കും. കാരണം നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധമില്ല. അതുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് തുറന്നിരിക്കുകയായിരിക്കും. ചില സമയത്ത് നിങ്ങൾക്ക് വളരെ മുറുകിയിരിക്കുന്നത് പോലെ തോന്നും, അടഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. നിങ്ങൾ ഞാൻ, എൻ്റെ എന്ന് പറയുന്ന സമയത്ത് ഇത് അടഞ്ഞിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അടഞ്ഞിരിക്കുന്ന ഹൃദയത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ആ കാര്യത്തെ മുറുകെ പിടിക്കുന്നു എന്നുള്ളതാണ്. അത് ഭയമാകാം, ആഗ്രഹമാകാം. ആ തരത്തിലുള്ള ചിന്താതികൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ലോകവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നില്ല, നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളുമായിട്ട് നിങ്ങൾ താതാത്മ്യം പ്രാപിക്കുന്നില്ല. ആ കാര്യങ്ങൾ നിങ്ങളുടേതാണെന്ന് നിങ്ങൾ തിരിച്ചറിയാതിരിക്കുന്ന സമയത്ത്
നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സാധാരണയായി നമ്മൾ ഹൃദയത്തെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് അത് വൈകാരികമായിട്ടുള്ള ഒരു അനുഭവത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്നു, എൻ്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം സന്തുഷ്ടമാണ്. നമ്മൾ കാര്യങ്ങൾ അനുഭവിക്കുന്നത് എവിടെയാണോ അവിടെയാണ് ഹൃദയം എന്നാണ് നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുന്നത്. എന്നാൽ ബുദ്ധിസ്റ്റിൽ ഹൃദയം എവിടെയാണെന്ന് ആൾക്കാർ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. എന്നാൽ ഇതിലെ അഭ്യാസങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് വളരെ കൂളായിട്ടും ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിലും ആയിരിക്കും. ഈ അഭ്യാസപദത്തെ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങളെ തണുപ്പിക്കുന്നതായിട്ടാണ്. ഓരോ ക്ഷണത്തിലും നമ്മളുടെ ഹൃദയത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളുടെ ശരീരത്തിലെ ഹൃദയവുമായിട്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലുമായിട്ടോ അല്ല സീമിതമായിരിക്കുന്നത്. അത് പ്രത്യേകം അനുഭവമായിട്ടും സീമിതമായിട്ടില്ല. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് കരുണ തോന്നുന്നു, അപ്പോൾ നിങ്ങൾ ഹൃദയത്തിലാണ്. നിങ്ങൾ ഹൃദയത്തിൽ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു. ബുദ്ധിസത്തിൽ 2 തരത്തിലുള്ള അനുഭവങ്ങളും ഹൃദയത്തിൽ തന്നെയാണ്. നിങ്ങൾ സ്വാർത്ഥനാണെങ്കിലും മണ്ടനാണെങ്കിലും ശരി, അഥവാ നിങ്ങൾ ബുദ്ധിമാനും കരുണയുള്ളവനും ദാനശീലനാണെങ്കിലും ശരി, നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടെങ്കിലും ശരി, ഈ അനുഭവങ്ങളെല്ലാം നമ്മൾ പറയുന്ന ഹൃദയത്തിൽ നിന്ന് ഭിന്നമല്ല. ഇതിനെ പാലിയിൽ ചിത്തം എന്ന് വിളിക്കുന്നു. ചിത്തത്തിനെ നമ്മൾക്ക് മനസ്സ്, ഹൃദയം എന്നിവയായിട്ട് വിചാരിക്കാവുന്നതാണ്. നമ്മൾ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും എന്തെല്ലാം ഭാഷ പറയുന്നുവോ അതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ചോദ്യം: എന്താണ് ഒഴിഞ്ഞ ഹൃദയം? എന്താണ് അടഞ്ഞ ഹൃദയം? ഉത്തരം: അജൻ സുന്ദര. അടഞ്ഞ ഹൃദയം, തുറന്ന ഹൃദയം എന്ന് പറയുന്നത് ഇവിടെ പൂർണ്ണമായിട്ടും ബാധകമല്ല. നിങ്ങളുടെ ഹൃദയം അടഞ്ഞിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് അനുഭവമാകുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയം അടഞ്ഞിരിക്കുന്നു എന്നല്ല. അത് അടഞ്ഞ പോലെ തോന്നുകയാണ്. എന്നാൽ ഹൃദയം ഇവിടെ തന്നെ ഉണ്ട്, എല്ലാ സമയത്തും ഇവിടെയുണ്ട്. ഇത് അടഞ്ഞതോ തുറന്നതോ അല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഹൃദയത്തെ അനുഭവിക്കാൻ സാധിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെ അനുഭവിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ തന്നെയാണ് അത് പ്രകടമാകുന്നത്. നിങ്ങൾക്ക് ഈ റൂമിലെ അനുഭവം അത് ഹൃദയത്തെ പോലെയാണ്. ഇത് ശരിക്കും അടഞ്ഞതോ തുറന്നതോ അല്ല. ഒരുപക്ഷെ നിങ്ങൾ അജൻ അമരയെ നോക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ റൂമിനെ മറക്കും. എന്നാൽ അപ്പോഴും ഈ റൂം ഇവിടെ തന്നെയുണ്ട്, ഇതേപോലെ തന്നെ. നമ്മൾ ഹൃദയത്തിലെ അനുഭവം എന്ന് പറയുന്നത് നമ്മളുടെ വൈകാരിക അനുഭവത്തെക്കാളും കുറച്ചുകൂടി വിശാലമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ നെഞ്ചിന് നടുവിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ നാഭിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന അതിനേക്കാളും വിശാലമാണ് ഈ ട്രഡീഷണൽ ഹൃദയം എന്ന് പറയുന്നത്. ഉത്തരം: അജൻ അമരോ. നിങ്ങൾ ഒഴിഞ്ഞ ഹൃദയം ഒരു തുറന്ന ഹൃദയമാണ് എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളെപ്പറ്റിയുള്ള ഒരു സ്ഥൂല ഭാവന നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. അതാണ് അജൻ സുന്ദര പറയുന്നത്. നിങ്ങളുടെ അനുഭവം മൂർത്തിമത് ഭാവം അല്ല, മറ്റുള്ളിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു പൂർണ്ണതയാണ്, തുറന്ന കാര്യമാണ്. ഹൃദയത്തിൻ്റെ ആ അനന്ത പ്രകൃതം അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാകുന്നു. അജൻ സുന്ദര പറയുന്ന സമയത്ത് ഞാൻ ഒരു ക്രിസ്ത്യൻ മിസ്റ്റിക്കായിട്ടുള്ള അഞ്ചലേസു സിലീസിയസിയുടെ വാക്കുകളെ ആണ് ഓർക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു: നമ്മൾ വീട്ടിലല്ലാതിരിക്കുന്ന സമയത്താണ് ഈശ്വരൻ നമ്മളെ സന്ദർശിക്കാൻ വരുന്നത്. ഞാൻ പുറത്താണെങ്കിൽ മാത്രമാണ് ദൈവം നമ്മളെ സന്ദർശിക്കാൻ വരുന്നത്. നിങ്ങളുടെ വ്യക്തിത്വത്തെ വലിയ ഒരു വില്ലനാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ നാടുകടത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് നിങ്ങൾ ഒരിക്കലും നിയന്ത്രണം കൊടുക്കരുത്. അഹങ്കാരം നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. അത് നിങ്ങളുടെ കാറിൻ്റെ സ്റ്റിയറിംഗ് ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ്. നമ്മളുടെ അഹങ്കാരം എന്ന് പറയുന്നത്
അതാണ് നമ്മളുടെ ജീവിതത്തെ ഓടിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും പ്രശ്നമുണ്ടാകും. ചോദ്യം: താങ്കൾ പറഞ്ഞു നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അറിയുന്നതിനെ അറിയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അറിയുന്നതിനെ അറിയുന്ന വ്യക്തി. താങ്കൾ കാര്യമായിട്ടാണോ ഇത് പറയുന്നത്? ഉത്തരം: അജൻ അമരോ. ചുരുക്കി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യുക്തിപൂർവം അതിനെ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അനുഭവത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് ഇത് ഒരു ചുമരാണ്. അവിടെയാണ് അറിവ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു ക്ഷണത്തെപ്പറ്റി സങ്കല്പിക്കുക. അവിടെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയുന്നു. അപ്പോൾ ഒരു ചിന്ത ഉണരുന്നു. ഓ, ഈ സമയത്ത് വളരെ വ്യക്തമായിട്ട് അറിവുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചുമരിൽ നിന്ന് പിൻവാങ്ങി. എന്തെന്നാൽ അവിടെ ഒരു ചിന്തയുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ ആ ചിന്തയിൽ നഷ്ടമായി. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ആ അറിയുന്ന കാര്യം എന്താണ്? നിങ്ങൾ പിന്മാറി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പിന്മാറിയിരിക്കുകയാണ് എന്ന്. അറിയുന്നതിനെ അറിയുന്ന അറിവ് ഇത് തന്നെയാണ്. മനസ്സ് ഒരു അഭിപ്രായത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ ചുമരിൽ നിന്ന് പിൻവാങ്ങുന്നു. അപ്പോൾ വീണ്ടും നിങ്ങൾ അവിടെ നിന്നാണ് പുറത്തേക്ക് പോകുന്നത്. അവിടെ തന്നെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ ഈ പ്രകാരം വ്യാഖ്യാനിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കവിത പോലെ, വലിയ ഈച്ചകൾ ചെറിയ ഈച്ചകളെ ഭക്ഷിക്കുന്നു. അങ്ങനെ ഈ കാര്യം തുടർച്ചയായിട്ട് പോകുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ അറിയുന്ന ആ ഗുണമാണ് എങ്കിൽ അത് ഒരു ചുമര് പോലെയാണ്. അതിൻ്റെ പുറകിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. കാംബ്രിഡ്ജിലെ ഒരു വിദ്യാർത്ഥി എഴുതിയ ഒരു കവിതയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നത്. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു: എനിക്ക് അറിയുന്നത് എനിക്ക് അറിയും എന്ന് വിശ്വസിക്കുന്ന സമയത്ത് എന്നെ അറിയുന്ന ആ അറിവിനെ ഞാൻ അറിയുന്ന സമയത്ത് അതിനെ ഞാൻ അറിയുന്നു, ഞാൻ അതിനെ അറിയുന്നു. ചോദ്യം: കരുണയെ എപ്രകാരമാണ് പ്രാവർത്തികമാക്കുക എന്ന് താങ്കൾക്ക് അല്പം പറയാമോ? ഒരു ധ്യാനം പഠിപ്പിക്കുന്ന ഗുരു ഒരിക്കൽ ഒരു ശിബിരത്തിലായിരുന്നു. അദ്ദേഹം ഭക്ഷണശാലയിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാൾ ചുമയ്ക്കുകയായിരുന്നു. അതിനുശേഷം അവർക്ക് ശ്വാസം മുട്ടുകയായിരുന്നു. എനിക്ക് അല്പം ആശയക്കുഴപ്പമുണ്ട്. അജൻ അമരോ ആസക്തിയെപ്പറ്റി വിവരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിൽ ഇവയെ നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏത് സമയത്താണ് നമ്മൾ ഇങ്ങനെ പറയേണ്ടത്? ഇത് വളരെ പ്രശ്നമാണ്, എനിക്ക് ഇത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയേണ്ടത് എപ്പോഴാണ്? ഉത്തരം: അജാൻ സുന്ദര. അജൻച ഈ വലിയൊരു ശിക്ഷണം നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അല്പം ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം സമാധാനമുണ്ടാകും. നിങ്ങൾ കൂടുതൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമാധാനം ഉണ്ടാകും. നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ശാന്തി ഉണ്ടാകും. ഒരിക്കൽ അദ്ദേഹം ബുദ്ധവിഹാരത്തിൽ കൂടി നടക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ കുടിലിൻ്റെ മേൽക്കൂരയിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു. അവസാനം ആ കുടിൽ തകർന്നു വീണു. ആ കുടിലിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അതിനെ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനെയാണ് അജൻച പ്രജ്ഞയില്ലാത്ത സതി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പ്രജ്ഞയില്ലാത്ത ജാഗ്രത എന്ന് പറഞ്ഞത്. അവിടെ ഉപേക്ഷിക്കുക എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ആ സാഹചര്യത്തിൽ പ്രജ്ഞ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള മറുപടിയാണെങ്കിൽ അത് അനുഭാവപൂർണ്ണവും യോജിപ്പുമുള്ള ഒരു മറുപടിയാണ് ആ ക്ഷണം ഉള്ളത്. എല്ലാ കാര്യങ്ങളോടും യോജിപ്പുള്ള ഒരു മറുപടിയാണത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരുന്നുവോ അത് നിങ്ങൾ ചെയ്യുന്നു. ആ വീടിന് തീ പിടിച്ചിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നില്ല, നമ്മളെല്ലാവരും അതിനെ ഉപേക്ഷിക്കുക, നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടതുണ്ട്, അത് കാരണം സാരമില്ല, ആ വീടിന് തീ പിടിച്ചിരിക്കുകയാണ്, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, ഇതും മാറും. ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് മണ്ടത്തരമാണ്. അതിനാൽ നിങ്ങളുടെ കരുണയെക്കുറിച്ചിട്ടുള്ള ചോദ്യം, അവിടെ രണ്ട് കാര്യങ്ങളും ഉണ്ട്.
കരുണയുമുണ്ട്, പ്രജ്ഞയും ഉണ്ട്. ഇത് ജീവിതത്തിലെ കാര്യമാണ്. ഒരു ധ്യാനിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇതിലൂടെ എല്ലാം കടന്നു പോകേണ്ടതുണ്ട്. ആ കാര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളെ നിങ്ങൾ തീർച്ചയായിട്ടും അനുമോദിക്കണം. എന്തെന്നാൽ ആ സമയത്താണ് നിങ്ങൾ വളരെ രസകരമായിട്ടുള്ള ബന്ധം അവരുമായിട്ട് പുലർത്തുന്നത്. നിങ്ങളിലുള്ള വ്യക്തിയാണ് അതിനോട് ഒട്ടിപ്പിടിക്കുന്നത്, അതിനെ തൻ്റേതെന്ന് കരുതുന്നത്, കരയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം വ്യക്തിത്വമുണ്ട്, അതിനറിയാം എല്ലാം ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യക്തിത്വമുണ്ട്, അതിങ്ങനെ പറയുന്നു, അതൊന്നും സാരമില്ല എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യക്തിത്വമുണ്ട്, അത് പറയുന്നു, അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ വ്യക്തി ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ വല്ലതും ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അവൾ മരിക്കും. ഈ സമയത്ത് അവിടെ ജാഗ്രതയും പ്രജ്ഞയുമുണ്ട്, അവിടെ പ്രജ്ഞയും കരുണയുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ ഈ പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട്. നിങ്ങൾ നല്ല ധ്യാനം ചെയ്യുന്ന വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ പറയുകയാണ്, ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നു, ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നു, ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വെറും ഒരു വിശ്വാസക്രമത്തിലാണ് ഉള്ളത്. അതിനെയാണ് ബുദ്ധൻ നമ്മളോട് മനസ്സിലാക്കാനും ഉപേക്ഷിക്കാനും പറഞ്ഞത്. മുഴുവൻ വിശ്വാസത്തെയും ഉപേക്ഷിക്കാനല്ല പറഞ്ഞത്. മനസ്സിന് ഈ കാര്യങ്ങളെ വിശ്വസിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇതിൽ പൂർണ്ണമായിട്ടുള്ള ജാഗ്രതയില്ല, എന്നാലും മനസ്സിൽ ഇപ്രകാരം ഒരു അഭിപ്രായമുണ്ട്, ഇപ്രകാരമാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അതിനാൽ ഞാൻ ജാഗ്രതയോടുകൂടി ഇരിക്കും. ശബ്ദം ശബ്ദം ശബ്ദം, ശ്വാസം മുട്ടുന്നു ശ്വാസം മുട്ടുന്നു. അപ്പോൾ ഉടൻ തന്നെ ആ പ്രജ്ഞ അവിടെ വരുന്നു. ദൈവമേ, ഇവിടെ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിക്ക് ശ്വാസം മുട്ടുകയാണ്, ഞാൻ ഉടൻ തന്നെ ആ വ്യക്തിയെ ആശുപത്രിയിലെത്തിക്കണം, അല്ലെങ്കിൽ അവൾ മരിക്കും. അപ്പോൾ അവിടെ ഉടൻ തന്നെ പ്രജ്ഞ വരുന്നു, ഏതൊരു കാര്യം ചെയ്യേണ്ടതുണ്ടോ അത് ചെയ്യുന്നു. കരുണാപരമായിട്ടുള്ള പ്രവൃത്തി വളരെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ സമയത്ത് നിങ്ങളുടെ സ്വന്തം സുഖത്തിനും സമാധാനത്തിനും യാതൊരു വിലയുമില്ല. നമ്മളിൽ പലരും കരുണ കാണിക്കുന്ന സമയത്ത് അത് പലതരത്തിൽ സ്വാധീനിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ കരുണയുള്ളവനാണോ, അല്ലെങ്കിൽ മനസ്സിൽ സുഖം തോന്നുന്നതിന് വേണ്ടി വല്ലതും ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും അത് നല്ലതായിരിക്കും എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണോ? അതിനാൽ നമ്മളുടെ പ്രവൃത്തിക്ക് പുറകിലുള്ള ഉദ്ദേശം ചിലപ്പോൾ നമ്മൾക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാക്കാം. ഏതാണ് എന്ന് നമ്മൾക്ക് അറിയുന്നില്ല. ലോകത്തിൽ മുഴുവൻ ആശയക്കുഴപ്പം ഉണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? പലപ്പോഴും നമ്മൾ സർവശക്തനായി തീരാൻ ആഗ്രഹിക്കുന്നു, എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. ബോധപൂർവമോ ബോധപൂർവം അല്ലാതെയോ അത്തരം ഒരു ആഗ്രഹം ഉണ്ട്. സർവശക്തനായിട്ട് തീരണം, എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ സാധിക്കണം. എന്നാൽ നമ്മൾക്ക് അതിന് കഴിയാതെ വരുന്ന സമയത്ത് നമ്മൾക്ക് വലിയ നിരാശയുണ്ടാകുന്നു. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷികളുടെ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ടും പണമില്ലാതെ ദരിദ്രരായിട്ട് തീരുന്നു. അവർക്ക് അവരുടെ ക്ഷേമത്തെപ്പറ്റി വളരെയധികം ആശങ്കയുണ്ട്. ഞാൻ ആ വ്യക്തിയെ സന്ദർശിച്ചപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, $3,50,000 ഒരു ചെക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നന്ദി ദൈവമേ, ആ പക്ഷികൾക്ക് ഒരുപാട് ആധ്യാത്മിക പൂർണ്ണതയുണ്ട്. ആ പക്ഷികൾ എന്തോ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആരോ ചിലർ അവർക്ക് ധാരാളം പണം കൊടുത്തത്, അവരെ സഹായിക്കാൻ വേണ്ടി. ആ പക്ഷികളുടെ ജീവിതം വളരെ ചെറിയ ജീവിതമാണ്, എങ്കിലും അവരെ സഹായിക്കാൻ വേണ്ടി ആരോ പണം കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ തുടങ്ങേണ്ട ഇടം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം തന്നെ ആണ്, വെറും ഒരു ആശയമല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ കണ്ട ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയെ സഹായിക്കുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ദുഃഖത്തെ നിങ്ങൾ അറിയുന്നതാകാം. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങളുടെ ശരീരത്തിനോടോ മനസ്സിനോടോ കരുണ ഇല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യത്തിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അത് ഇപ്രകാരമാണ്:
ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കാണുന്നു. ആ വ്യക്തി വിഷാദൻ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയോട് കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വ്യക്തിയോട് ഇങ്ങനെ പറയുന്നു, വരൂ, നിങ്ങൾ സന്തോഷവാനായിരിക്കൂ. ഈ ലോകത്തെ നോക്കൂ, അത് വളരെ സുന്ദരമാണ്. ഈ പറവകളെയും ശലഭങ്ങളെയും നോക്കൂ, അത് വളരെ സുന്ദരമാണ്. ഇത് വസന്തകാലമാണ്, വളരെ സുന്ദരമായിട്ടുള്ള ദിവസമാണ്. അവരുടെ ഉദ്ദേശം വളരെ നല്ലതാണ്. എന്നാൽ അത് കരുണാപരമായിട്ടുള്ള പ്രവൃത്തിയല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. എന്തെന്നാൽ ഈ വ്യക്തി സഹാനുഭൂതിയാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ കൈ ആരെങ്കിലും പിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അവരോട് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഓ, നിങ്ങൾ വളരെ വിഷാദത്തിലാണല്ലോ ഇന്ന്, അല്ലേ? ഉത്തരം: അജൻ അമരോ. C.S. ലെവിസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ തിയോളജിയൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ എഴുതി: ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും കേന്ദ്രവുമായിട്ടുള്ള ഒരു ഗുണമാണ് ദാനശീലം എന്ന് പറയുന്നത്. ആ ദാനത്തെ സ്വീകരിക്കുന്ന വ്യക്തി അവർ തങ്ങളെ വേട്ടയാടുന്നത് പോലെയാണ് തോന്നുന്നത്. അത് വളരെ സത്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾക്ക് നല്ലതായിട്ട് തോന്നുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത് നമ്മൾക്ക് നന്നായിട്ട് തോന്നുന്നു. എന്നാൽ മറ്റൊരു വ്യക്തി നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് എന്ന് നമ്മൾക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് കരുണയെപ്പറ്റി പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, നമ്മളുടെ മനസ്സിനെ തന്നെ ശ്രദ്ധിക്കുക. എന്തെന്നാൽ അതിൻ്റെ മൂലം അതുതന്നെയാണ്. അജൻ സുന്ദര ഇപ്രകാരമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്: നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ കരുണയുള്ള വ്യക്തിയാണ് എങ്കിൽ, അത് പൂർണ്ണത്വത്തിൽ നിന്ന് വന്നതാണ്. ഈ സമയത്തെ സത്യത്തിൽ നിന്ന് വന്നതല്ല. പലതരം അഭിപ്രായങ്ങളാൽ നിങ്ങൾ പ്രേരിതനായിരിക്കാം. ലോകത്തിൽ ഇപ്പോഴും ദുഃഖം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് എൻ്റെ കുറ്റമാണ്. നിങ്ങൾ ആരെങ്കിലും ഈ തരത്തിലുള്ള സാഹചര്യത്തിൽ പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ദുഃഖിതനാണ്, അതിൻ്റെ കാരണം നിങ്ങളാണ്? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ദുഃഖിതനാണ്, അതിൻ്റെ കാരണം നിങ്ങളാണ്, നിങ്ങൾ മൂലമാണ് ഞാൻ ദുഃഖിക്കുന്നത്? അതിനാൽ അജൻ സുന്ദര പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമാണ്. എന്തെന്നാൽ ക്രിസ്ത്യൻ വിചാരം നമ്മളോട് പറയുന്നു, നമ്മുടെ ഉള്ളിൽ നമ്മൾ നല്ല ഹൃദയം ഉള്ളവരായിരിക്കണം, മൃദുഹൃദയം ഉള്ളവരായിരിക്കണം, സഹായിക്കുന്നവരെ സഹായിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു അനുഭവം ഉണ്ടാകും, നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് തോന്നും, ഞാൻ മതിയായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കുറേ പേരെ എനിക്ക് അറിയാം. അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും അവർ വിചാരിക്കുന്നു അവർ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന്. അവർ അവരെപ്പറ്റി തെറ്റായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് അവരുടെ ഉള്ളിൽ രൂപീകരിച്ചിരിക്കുന്നത്. അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ അവർ ഒരിക്കലും ആഘോഷിക്കുന്നില്ല, അതിനെ അവർ കാണുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം അനുഭവം പറയാം. ഞാൻ തായ്ലൻഡിൽ പോയി ഒരു ബുദ്ധിസ്റ്റ് വാതാവരണത്തിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. എൻ്റെ അനുഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ളവർ സ്വയം തൃപ്തരാണ്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അതൃപ്തി ഉണ്ടായിരുന്നില്ല. ഈ കാര്യം ആദ്യം കണ്ടപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. അത് ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനായിരുന്നു, വളരെ ദയുള്ള വ്യക്തിയായിരുന്നു. നമ്മൾക്ക് കാര്യങ്ങൾ ഒരിക്കലും ചെയ്ത് തീർക്കാൻ സാധിക്കില്ല എന്ന വിശ്വാസമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അത് കുറച്ചുകൂടി നല്ലതാകേണ്ടതുണ്ടായിരുന്നു. വളരെ നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യുക, എന്നിട്ട് അതിനെ വെറുതെ വിടുക. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. ഇവിടെയാണ് പ്രജ്ഞയും കരുണയും രണ്ടും കണ്ടുമുട്ടുന്നത്. ഇവിടെ നമ്മൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല. എന്തെന്നാൽ എല്ലാ ചിറകൊടിഞ്ഞ പക്ഷികളെയും എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. ഈ ലോകത്തിലെ പട്ടിണി കിടക്കുന്ന എല്ലാ കുട്ടികളെയും എനിക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ല. ശരി, എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ചെയ്തു എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഗുണമാണ്. അതിൽ മാത്രം നിങ്ങൾ സന്തോഷിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെ നിങ്ങൾ വെറുതെ വിടുക. മറ്റുള്ളവർ ദുഃഖിതരാണ്, അതുമൂലം നിങ്ങൾ സന്തോഷിക്കുന്നു എന്നല്ല അർത്ഥം. അവരെ നിങ്ങൾ സഹായിക്കുന്നില്ല എന്നല്ല അർത്ഥം. എന്നാൽ അതിനെ വ്യക്തിപരമായിട്ടുള്ള പരാജയമായിട്ട് നിങ്ങൾ കണക്കാക്കുന്നില്ല.
ചിലപ്പോൾ ആൾക്കാർ നിങ്ങളോട് പറയുമായിരിക്കും, നിങ്ങൾ ദുഃഖിക്കുന്നു, അത് നിങ്ങളുടെ കുറ്റമാണ്. ചിലപ്പോൾ അവർ പറയുന്നത് ശരിയായിരിക്കാം. ഒരുപക്ഷെ അവരുടെ ദുഃഖത്തിന് കാരണം അവർ എപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നത് കാരണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരു സാഹചര്യത്തെയും വിലയിരുത്താൻ സാധിക്കില്ല. ഓരോ സാഹചര്യവും ക്ഷണം പ്രതി മാറിക്കൊണ്ടേയിരിക്കും. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉൾവലിയുക. എന്നിട്ട് ഉള്ളിലുള്ള ആ പ്രജ്ഞയെ കേൾക്കാൻ ശ്രമിക്കുക. ആ പ്രജ്ഞയോട് ഇങ്ങനെ ചോദിക്കുക, ഞാനിതിനെ എങ്ങനെയാണ് നേടേണ്ടത്? ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ്? ഇത് എത്രമാത്രം ശരിയാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം പല രീതിയിലായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ അതിനെ ശരിയാക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം ഏറ്റവും അങ്ങേ ദിശയിലായിരിക്കും. അവിടെ നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല, നമുക്കൊന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ല. സോ അവരെ വെറുതെ വിടുക എന്ന് പറയുന്നതാണ് ഏറ്റവും കരുണയുള്ള ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം. എന്നാൽ സമയത്തിന് മുൻപ് നിങ്ങൾക്ക് അത് തീരുമാനിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയവുമായിട്ട് സമരസപ്പെടാൻ സാധിക്കും. ആ സാഹചര്യം അപ്പോൾ നിങ്ങളെ എന്ത് ചെയ്യണമെന്ന് പറയും. ഉത്തരം അജൻ സുന്ദര. ഇത് പറഞ്ഞപ്പോൾ കുറച്ച് മുൻപ് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഓർമ്മ വരുന്നത്. എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ശബ്ദം കേൾക്കാമായിരുന്നു. അത് ശരിയാണെന്നും സത്യമാണെന്നും എനിക്ക് തോന്നി. ആ ശബ്ദം ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ തരം തർക്കങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്, 1, 2, 3. അതിനാൽ ഇവ തെളിയിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടി നല്ലതായ മറ്റൊരു ഭാഗവും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് ഇങ്ങനെ പറയുകയായിരുന്നു, ശരിയാണ്, പക്ഷെ അത് പ്രാവർത്തികമല്ല. ഈ തർക്കങ്ങൾക്ക് ഉള്ളിൽ ഒരല്പം തീവ്രതയുണ്ട്. അതായത് ഞാൻ ഈ വാഗ്വാദത്താൽ നിങ്ങളെ 1, 2 അല്ലെങ്കിൽ 3 മുറിക്കും. അതിൽ ഹിംസയുണ്ട്. ഒരു തരത്തിൽ തീർച്ചയായിട്ടും എൻ്റെ വാഗ്വാദങ്ങൾ ശരിയാണ്, സത്യമാണ്, പ്രജ്ഞയുള്ളതാണ്, കരുണയുള്ളതാണ്. എന്നാൽ മറ്റൊരു തലത്തിൽ വാഗ്വാദങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഉള്ളതല്ല. ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പോൾ ആ കാര്യങ്ങളെ എനിക്ക് ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരുപാട് പറയാനുണ്ട്, ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്, എൻ്റെ കാര്യങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും പ്രകടമാക്കാനും സാധിക്കും. എന്നാൽ എനിക്ക് ഇപ്പോൾ ആ കാര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്തെന്നാൽ ഈ സാഹചര്യത്തിൽ അത് ഗുണകരമായിട്ടുള്ള കാര്യമല്ല. ഉത്തരം അജൻ അമരോ. അജൻ ഷാ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ അത് കാര്യങ്ങൾ ശരിയായിരിക്കാം, പക്ഷേ ധർമ്മത്തിൽ അത് തെറ്റായിരിക്കാം. അതാണ് ലോകത്തിൽ എല്ലാ വ്യത്യാസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.